സെറ്റല്ലേ? അപ്പോൾ എന്തായാലും അടുത്ത സാധനം നമുക്ക് നോക്കാം. ആക്ച്വലി അടുത്ത സാധനം വന്നില്ല, ഓൺ ദ വേ ആണ്. ഞാൻ ഇതാണോ ഗൈസ് ഓർഡർ ചെയ്യുന്നത്? ഹായ് ഫ്രണ്ട്സ്, ഞാൻ സാനിയ. അപ്പോൾ ഇതെൻ്റെ യൂട്യൂബിലെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ്. ഇന്ന് ഞാനൊരു മീഷോ ഹോളായിട്ടാണ് വന്നിട്ടുള്ളത്. ഞാൻ മീഷോന്ന് കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ സെയിലൊക്കെ വന്നപ്പോൾ അത്യാവശ്യം അഫോർഡബിൾ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കിച്ചൺ ഐറ്റംസ് ആണ് മെയിനായിട്ട് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. അല്ലാത്ത ഐറ്റംസും ഉണ്ട്, പക്ഷേ കിച്ചൺ ഐറ്റംസ് ആണ് എനിക്കിപ്പോൾ കുറച്ചും കൂടി ക്രേസ് ആയിട്ടുള്ളത്. എനിക്ക് വയസ്സാകുന്നതാണോ അല്ലെങ്കിൽ മെച്യൂരിറ്റി കൂടിയിട്ടാണോ അല്ലെങ്കിൽ എന്നറിയില്ല. നമുക്ക് കിച്ചണിലോട്ടേക്ക് മെയിനായിട്ട് യൂസ് ആവുന്ന സാധനങ്ങളും പ്ലസ് കുറച്ച് നമുക്ക് ഡെയിലി ലൈഫിൽ നമുക്ക് യൂസ് ചെയ്യുന്ന കുറച്ച് സാധനങ്ങളാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അൺബോക്സ് ചെയ്യാം അല്ലേ? ഫസ്റ്റ് തന്നെ നമുക്ക് ഈസി ആയിട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഇന്നത്തെ കവറിലുള്ളത് അൺബോക്സ് ചെയ്യാം അല്ലേ? ഓക്കെ, എൻ്റെ അൺബോക്സിങ് കണ്ടിട്ട് ആരും പേടിക്കണ്ട, കാരണം എനിക്ക് വേഗം അൺബോക്സ് ചെയ്യാനുള്ളൊരു ത്വരയുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഒരു 4-5 ഐറ്റംസ് വന്നിട്ടുണ്ട്, ബാക്കി ഇനിയും ഐറ്റംസ് വരാനുണ്ട്. അപ്പോൾ എനിക്കൊന്ന് ഞാൻ ഈ വീഡിയോ ആഡ് ചെയ്തിട്ടിടാനാണ് ചാൻസ്. ഇതെന്താ? ഓ, ഇങ്ങനെ കാണുമ്പോൾ ശരിക്കും നമ്മുടെ ഹെയർ ക്ലിപ്പ് പോലുണ്ട്. ഞാൻ വിചാരിച്ചാൽ ഹെയർ ക്ലിപ്പ് ഓർഡർ ചെയ്തിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെ വന്നു ഞാൻ എനിക്ക് ഹെയർ ക്ലിപ്പ് അല്ല ഗൈസ്. ആക്ച്വലി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഓൺലൈനിലൊക്കെ, ഇങ്ങനെ വോളിൽ ഒട്ടിക്കുന്ന ഹുക്കാണ്. ഇത് ലൈക്ക് ദിസ്. ഇങ്ങനെ ഉണ്ടാവും. ഇത് 10 പീസിൻ്റെ സെറ്റാണ്. ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ലിങ്ക് അടക്കം. എനിക്ക് തോന്നുന്നു ഇതിന് ഒരു 87-100 ബിലോ അത്രയേ ഉള്ളൂ എന്തായാലും. നമുക്ക് നെക്സ്റ്റ് അൺബോക്സ് ചെയ്യാം. അടുത്തത് നമുക്ക് ഈ ഒരു പെട്ടി അൺബോക്സ് ചെയ്യാം. അത്യാവശ്യം നല്ല ക്യൂട്ട് പെട്ടി അല്ലേ? ഈ ഒരു കട്ട്ലറീസ് ഇടുന്ന ഒരു എന്താ പറയുക, ഒരു ബോക്സാണ്. ഇവിടെ ഇത് ഒരു പിക്ചറൊക്കെ കൊടുത്തിട്ടുണ്ട്, ഇങ്ങനെ കാണുന്നുണ്ടോ ഗൈസ്? സ്പൂണിൻ്റെത് നൈസാട്ടോ, നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ്. നമുക്ക് നൈഫും അതുപോലെ സ്പൂണൊക്കെ ഇട്ട് കൊടുത്താൽ സൂപ്പറായിരിക്കും ഗൈസ്. എണ്ണുണ്ടായി. ഇതുവരെ ഞാൻ 2 സാധനങ്ങൾ അൺബോക്സ് ചെയ്തത് നൈസായിരുന്നു ഗൈസ്. നെക്സ്റ്റ് നമുക്ക് ഇത് അൺബോക്സ് ചെയ്യാം. ഇതെന്തായിരുന്നു? എനിക്ക് തോന്നുന്നത് ഒരു സാധനം ഉണ്ട്, അത് ഞാൻ തോന്നുന്നത്. എന്തായാലും അൺബോക്സ് ചെയ്തിട്ട് നോക്കാം. ആക്ച്വലി എനിക്ക് ഒട്ടും ക്ഷമയില്ലാത്ത ആളാണ് അൺബോക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ എല്ലാ സാധനവും വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാത്തത്. ലൈക്ക് ഇനിയും സാധനങ്ങൾ വരാനുണ്ട്, അത് ഞാൻ നെക്സ്റ്റ് വീഡിയോ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ട് ഇടാനാണ് എൻ്റെ പ്ലാൻ. കാരണം അത്ര വരെ എനിക്ക് ഈ സാധനങ്ങൾ ഇങ്ങനെ ഇവിടെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഒരു എന്താ പറയുക തോര. നമുക്കിത് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഇങ്ങനെ പെട്ടിലൊക്കെ കാണുമ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്യാനൊരു പേടിയുണ്ടാവും. നൈസ്. ഇത് നമ്മുടെ കിച്ചണിലൊക്കെ ഇങ്ങനെ ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കയ്യിലുകളൊക്കെ ഉണ്ടാവില്ലേ? അതായത് നിങ്ങളുടെ നാട്ടിൽ ഓരോ നാട്ടിൽ ഓരോന്ന് പറയാം, തവി. എന്താ തോന്നുന്നു, നമ്മൾ കണ്ണൂരിൽ കയ്യിലെന്ന് പറയാം. അതൊക്കെ തൂക്കിയിടാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ്. നമ്മുടെ കയ്യിലുകളൊക്കെ തൂക്കിയിടാം. സൂപ്പർ കേട്ടോ. ഞാനിത് ഇതിൽ കണ്ടപ്പോൾ ഐ തോട്ട് പ്ലാസ്റ്റിക് ആണെന്ന് ഞാൻ വിചാരിച്ചത്, പക്ഷേ ഇത് നല്ല ഇരുമ്പ് ഇതിനെന്താ പറയുക, അങ്ങനത്തെ കൈൻഡാണ്. വേഗമൊന്നും പൊട്ടില്ല. അതിൻ്റെ കൂടെ തന്നെ സ്ക്രൂവും കിട്ടുന്നുണ്ട് കേട്ടോ. എനിക്ക് സ്ക്രൂ അടിക്കാൻ മടിയായതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് ഒരു സംഭവം ഓർഡർ ചെയ്തിട്ടുള്ളത്. ഇതിൽ ഹാങ് ചെയ്യണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം എൻ്റെത് സ്ക്രൂ അടിക്കാൻ വേണ്ടിയിട്ട് ടൈലാണ്, അപ്പോൾ അത് നാശാവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇത് ഓർഡർ ചെയ്തത്. ഇതിങ്ങനെ ഹാങ് ചെയ്താൽ ഇങ്ങനെ ഉണ്ടാവും. സെറ്റല്ലേ? നെക്സ്റ്റ് സാധനം അൺബോക്സ് ചെയ്യാം. നെക്സ്റ്റ് നമുക്കിത് അൺബോക്സ് ചെയ്യാം ഗൈസ്. ഇതെന്തായിരുന്നു? ലെക്സി. കവർ മാത്രം പോകാം. ഇതെന്താണെന്ന് കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായോ ഗൈസ്? തോക്കല്ല, ഇത് നമ്മുടെ കത്തിക്കൊക്കെ മൂർച്ച വരുത്തുന്ന സാധനമില്ലേ, അതാണ്. ഇതിങ്ങനെ ഇതിൻ്റെ സെൻറ്ററിൽ ഇതിപ്പോൾ 3 ഏരിയ ഉള്ളത്. അപ്പോൾ അതിൻ്റെ നടുക്കിട്ട് ഇങ്ങനെ ഇതാക്കി കൊടുത്താൽ, ഇങ്ങനെ അരച്ചു കൊടുത്താൽ നല്ല മൂർച്ചം വരുമെന്നാണ് അവർ പറയുന്നത്. ഇത് ഞാൻ ട്രൈ ചെയ്തിട്ട് ഇതിൻ്റെ റിവ്യൂ ഞാൻ വേറെ വീഡിയോയിൽ പറയാം കേട്ടോ. കാണാൻ ലുക്ക് വൈസ് ഇറ്റ്സ് വെരി ഗുഡ്, നല്ല ക്വാളിറ്റി തോന്നുന്നുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത പ്രോഡക്റ്റ് നോക്കാം. അടുത്തൊരു വലിയ പ്രോഡക്റ്റാണ്, ബട്ട് ഇതിനൊക്കെ റേറ്റ് വളരെ ചീപ്പാട്ടോ. ഞാനിപ്പോൾ അൺബോക്സ് ചെയ്ത സാധനത്തിനൊക്കെ അണ്ടർ 200 എന്തായാലും ഉള്ളൂ. 200 ബിലോ സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ എന്തായാലും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ.
ഞാനിതാണോ ഗൈസ് ഓർഡർ ചെയ്യുന്നത്? ഇത് തന്നെയാണ്. പക്ഷെ ഫോട്ടോയിൽ കുറച്ചുകൂടി ഡാർക്ക് ആയിരുന്നു. നേരിട്ട് കിട്ടിയപ്പോൾ വേറൊരു കളർ പോലെ തോന്നുന്നു. ലെറ്റ്സ് സെറ്റ് സാധനം ഇതില്ലേ നമ്മുടെ കിച്ചൺ, അതുപോലെ കിച്ചണിനല്ല അധിക ഏരിയാസിലും നമുക്കിങ്ങനെ കവർ ചെയ്തിട്ട് മാർബിൾ പോലെ ഇടുന്ന സംഭവമില്ലേ, അതിൻ്റെ പേരെന്താണ് എനിക്ക് ഓർമ്മയില്ല. ലൈക്ക് ഇങ്ങനത്തെ ഷീറ്റുകളില്ലേ നമ്മൾ അൽമാരക്കൊക്കെ ഇടുന്നത്, അങ്ങനത്തെ കൈൻഡ് ഓഫ് സംഭവമാണ് ഇത്. ഞാൻ ആക്ച്വലി കിച്ചണിലേക്കാണ് വാങ്ങിയിട്ടുള്ളത്. ഇത് 2 റോളിൽ എനിക്ക് തോന്നുന്നു 160 സംതിങ് അത്രേ ഉണ്ടായിട്ടുള്ളൂ. ഓഫർ എല്ലാം തോന്നുന്നു. ഓഫർ അല്ലാണ്ട് തന്നെ ഭയങ്കര റേറ്റ് കുറവാണ്. അത്യാവശ്യം ഇതിൽ കാണുന്നുണ്ട് 2 സൈസിന് ആ 160 എന്ന് പറഞ്ഞാൽ ഭയങ്കര വർത്തായിട്ടുള്ള സംഭവമാണ്. അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. ഇതൊക്കെ നമുക്ക് യൂസ് ചെയ്തിട്ട് മനസ്സിലാകത്തുള്ളൂ ഇതിന് ക്വാളിറ്റി ഉണ്ടോ. അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുള്ളത് ഇത് ഹീറ്റ് റെസിസ്റ്റൻ്റ് ആണ് എന്നുള്ളതാണ്. അതൊക്കെ നമുക്ക് ഹീറ്റൊക്കെ വെച്ച് നോക്കിയാലോ മനസ്സിലാവില്ല. ചൂടുള്ള പാത്രമൊക്കെ വെക്കുമ്പോൾ കരിഞ്ഞു പോകുന്നുണ്ടോ എന്നൊക്കെ. കിച്ചണിലേക്കാണ് ഇത് വാങ്ങിയത്. അപ്പോൾ എന്തായാലും അടുത്ത സാധനം നമുക്ക് നോക്കാം. ആക്ച്വലി അടുത്ത സാധനം വന്നിട്ടില്ല, ഓൺ ദ വേ ആണ്. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ അടുത്ത സാധനം വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു 1 വീക്ക് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോ ആദ്യം ഇടുന്നത്. പിന്നെ അതിനൊരു കണ്ടിന്യൂഷൻ കിട്ടിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ സെയിം ഡ്രസ്സ് തന്നെ വന്നിട്ടുള്ളത്. എൻ്റെ ബുദ്ധി ഭയങ്കരമല്ലേ. അപ്പോൾ നെക്സ്റ്റ് സാധനം എന്ന് പറയുന്നത് ഇതാണ്. പൊളിച്ച രീതി കണ്ടു ഗൈസ്. ഇത്രയ്ക്ക് ആർക്കാന്ന് എനിക്ക് ഓരോ പിടിച്ചത് തുറക്കുക. അപ്പോൾ ഇത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ഇത് ഒരു ഓയിൽ ബോട്ടിലാണ്. സ്പ്രേ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം, പോർ ചെയ്തിട്ട് ഒഴിക്കാൻ പറ്റുന്ന ഒരു സ്പ്രെയർ, എന്താ പറയുക, ഒരു കൈൻഡ് ഓഫ് ഓയിൽ ബോട്ടിലാണ് ഇങ്ങനെ വന്നിട്ടുള്ളത്. നല്ല ക്യൂട്ടായിട്ടില്ലേ ഗൈസ്. ഇത് ആക്ച്വലി കുപ്പീൻ്റെയാണ്. നല്ല പൊട്ടുന്ന സാധനമാണ്. നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുമ്പോൾ നല്ല കെയർഫുള്ളോടെ യൂസ് ചെയ്യാം. അത്ര നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. നല്ലൊരു ഗ്രീൻ ഇതിലാണ് വന്നിട്ടുള്ളത്. ഇങ്ങനെ അത്യാവശ്യം കുറച്ച് ഓയിൽ കൊള്ളും ഇതിൽ. അപ്പോൾ ഇത് നമുക്ക് ഇവിടെ ഒരു സംഭവം വരുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ താഴ്ത്തി കഴിഞ്ഞാൽ നമുക്ക് സ്പ്രേ ചെയ്ത് യൂസ് ചെയ്യുകയും ചെയ്യാം. പിന്നെ ഇവിടെ ഒരു ബട്ടൺ കണ്ടില്ലേ, ഇതിങ്ങനെ അമർത്തി കഴിഞ്ഞാൽ ഇവിടെ പോർ ചെയ്ത് ഒഴിച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യേണ്ട ആ ഒരു സിസ്റ്റം നമുക്ക് ഇങ്ങനെ ചെയ്യാം. ടോട്ടൽ പറഞ്ഞാൽ നല്ല ക്യൂട്ട് ആൻഡ് എന്താ പറയുക സൂപ്പറായിട്ടുള്ള സംഭവമാണ്. ഇത് കുപ്പി ആയതുകൊണ്ട് കുറച്ച് നമ്മൾ സൂക്ഷിക്കണം, നിലത്ത് വേണം പൊട്ടും, അത്രയേ ഉള്ളൂ. പക്ഷേ വേഗമൊന്നും പൊട്ടുന്ന ടൈപ്പല്ല കേട്ടോ, അത്യാവശ്യം നല്ല കട്ടിയുണ്ട്. അപ്പോൾ ഇതിന് റേറ്റ് വന്നിട്ടുള്ളത് ഐ ഗസ് 250 അല്ല 150 റേറ്റ് അത്രയും ഉണ്ടായിട്ടുള്ളൂ കേട്ടോ. ഞാൻ ഇത്രയും കാണിച്ച സാധനങ്ങൾ എല്ലാം അഫോർഡബിൾ റേറ്റിൽ വരുന്നതാണ്. നിങ്ങൾക്ക് എന്തായാലും പർച്ചേസ് ചെയ്യാം. ഇനി ഒരു പ്രോഡക്റ്റും കൂടി ഉണ്ടായിരുന്നേ ഗൈസ്, ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അതെനിക്ക് ഓർഡർ ആകുന്നേ ഇല്ല. ഓർഡർ പ്ലേസ്ഡ് എന്ന് കാണിക്കുന്നതിനല്ലാണ്ട് അത് ഓർഡർ ആകുന്നില്ല. അതിപ്പോൾ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിട്ടല്ലേ. എന്താ സാധനം ഞാൻ കാണിച്ചത് നിങ്ങൾക്ക് തപ്പി കണ്ടുപിടിക്കുകയാണെങ്കിൽ നിങ്ങളത് വാങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. സോ നമ്മൾ ചൂലല്ലേ, അതെല്ലാം നമ്മൾ നിലത്തും അവിടെ ഇവിടെയെല്ലാം ഇട്ടിട്ട് ഇങ്ങനെ ഒടിഞ്ഞ് നിൽക്കുന്നുണ്ടാവില്ലേ, അപ്പോൾ അത് പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചൂലിൽ ഇങ്ങനെ നമ്മുടെ വാളിൽ സ്റ്റിക്ക് ചെയ്തിട്ട് വെക്കാൻ പറ്റിയൊരു സംഭവമാണ്. അതൊരു കൈൻഡ് ഓഫ് സ്റ്റിക്കറാണ്. അതിലിങ്ങനെ ഇതാക്കി വെക്കുന്നത്. ഇപ്പം എനിക്ക് പറഞ്ഞുതരാം, ഞാൻ ഇവിടെ എങ്ങനെ കൊടുക്കാം അങ്ങനത്തെ സാധനം എന്നുള്ളത്. അതെനിക്ക് ഓർഡർ ആവുന്നേ ഇല്ല ഗൈസ്. മേ ബി അത് കുറച്ചും കൂടി ഞാൻ വെയിറ്റ് ചെയ്താൽ എനിക്കത് ഓർഡർ ആവുമായിരിക്കും. പക്ഷെ എനിക്ക് ലോങ് വീഡിയോ ഇടാനുള്ള ഒരു ആവേശം പോകും. പിന്നെ നല്ല ലാഗായിപ്പോയി. ഇതിപ്പോൾ തന്നെ ഞാൻ ഓൾറെഡി ഫസ്റ്റ് വീഡിയോ എടുത്തു. ഞാൻ ഈ ഒരു സംഭവം കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ സെയിം ഡ്രസ്സിൽ വീഡിയോ എടുക്കുന്നതാണ് ഗൈസ്. അതൊക്കെ ഒരുമിച്ച് ഓർഡർ സാധനം കിട്ടിയിട്ടില്ല. കാരണം ഓരോന്നും ഡെലിവർ ആകുന്നത് അതിൻ്റേതായ സമയത്തല്ലേ ഡെലിവർ ആവുള്ളൂ. അപ്പോൾ ഈ സാധനം കൂടി ഞാൻ കാത്തു നിന്നാൽ എന്തായാലും ഈ വീഡിയോ ലേറ്റ് ആവും. എനിക്കൊരു 200 സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോഴേക്കും ഒരു ലോങ് വീഡിയോ ഇട്ട് തുടങ്ങണം എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ബട്ട് എന്താ പറയുക, താങ്ക് ഗോഡ് എനിക്കിപ്പോൾ 200 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ എക്സൈറ്റ്മെൻറ്റ് കാണുമ്പോൾ ചിലപ്പോൾ ചിരി വരുന്നുണ്ടാവും. കാരണം ഒരു 200 സബ്സ്ക്രൈബേഴ്സ് ആയതിന് ഇത്ര എക്സൈറ്റ്മെൻറ്റ് വേണമെന്ന്. ബട്ട് ഓണസ്റ്റ്ലി ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് 0 സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നു ഫസ്റ്റ് വീഡിയോ ഇടുന്നത് വരെ. ഫസ്റ്റ് വീഡിയോ ഇട്ട് ഞാൻ സ്ലോലി എന്താ പറയുക, ഓരോ വീഡിയോയിലും ഓരോ സബ്സ്ക്രൈബേഴ്സ് കയറി അങ്ങനെയാണ് എനിക്ക് 200 ആയത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഓരോ സബ്സ്ക്രൈബേഴ്സും അത്രയും എന്താ പറയുക വിലപിടിപ്പുള്ള തന്നെയാണ്. പറഞ്ഞു വന്നത് എനിക്ക് വീഡിയോ പെട്ടെന്ന് ഇടണം എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ ആ സാധനത്തിന് വെയിറ്റ് ചെയ്യുന്നില്ല. ഞാൻ ഇവിടെ എവിടെയെങ്കിലും ലിങ്കോ അല്ലെങ്കിൽ അതിൻ്റെ ഫോട്ടോ ഒന്നും കൊടുക്കാം. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള സാധനം, നമ്മൾ ചൂലെല്ലാം വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ. ഇനി ഞാൻ ലോങ് വീഡിയോസ് ഇടാം കേട്ടോ, ഇടയ്ക്കെല്ലാം ലോങ് വീഡിയോസ് ഇടാം. നിങ്ങൾക്ക് ഇഷ്ടം ആയോ ലോങ് വീഡിയോ നല്ലുള്ള കമൻറ്റിലൊന്ന് അറിയിക്കണേ. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്, ബൈ.